ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു കിരീടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് തന്നെ നമുക്കൊരു കട്ടിയായിട്ടുള്ള ഒരു പേപ്പർ വേണം. ഞാനിവിടെ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് എടുത്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും വരയ്ക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ആദ്യമായിട്ട് വരച്ചു കൊടുക്കുന്നത്. ഈ വരച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു 1 രൂപ കോയിൻ വെച്ച് അവിടെ ഒരു സെമി സർക്കിൾ പോലെ വരച്ചെടുക്കുന്നുണ്ട്. ആ വരച്ച സർക്കിളിൻ്റെ മുകളിലായിട്ട് ഞാനൊരു സ്കെയിൽ യൂസ് ചെയ്ത് ഒരു ഡിസൈൻ വരയ്ക്കുകയാണ്. സാധാരണ നമ്മൾ സൂര്യനൊക്കെ വരയ്ക്കുമല്ലോ, അതുപോലത്തെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടൊന്ന് വെട്ടിയെടുക്കണം. പേപ്പറിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയാതെ ഇതുപോലെ ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ നടുക്കുള്ള ആ സൂര്യൻ്റെ ആ ഒരു പിക്ചറും കൂടെ ഒന്ന് വെട്ടിയെടുക്കാം. ഇതിനായിട്ട് കട്ടിയുള്ള പേപ്പർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ചാർട്ട് പേപ്പറോ ഇതുപോലെ ഇൻവിറ്റേഷൻ കാർഡോ അങ്ങനത്തെ വേണം യൂസ് ചെയ്യാൻ. തീരെ കട്ടിയില്ലാത്തയാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോകും. അതുമല്ലാതെ ഇതിൻ്റെ ഒരു ഫ്രെയിമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതല്ല നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ വരച്ചിരിക്കുന്നതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ വരച്ചതിൻ്റെ മുകളിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ കത്രിക നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഡിസൈനായിട്ട് വരും, പല ഡിസൈൻ. ഈ കത്രികയ്ക്ക് പല ഡിസൈൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തത്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഇതിൽ വെട്ടിക്കൊടുക്കാം. അല്ല നമുക്ക് പ്ലെയിൻ ആയിട്ട് മതിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കത്രിക ഉപയോഗിച്ച് നമുക്കിത് വെട്ടിയെടുക്കാവുന്നതാണ്. ആദ്യം ഞാനൊരു ഗോൾഡൻ കളറ് ഫോം ഷീറ്റിലാണ് വരഞ്ഞെടുത്തത്. അടുത്തതായിട്ട് ഇതിപ്പോൾ റെഡ് കളറ് ഫോം ഷീറ്റിൽ ഞാൻ ആ സൂര്യൻ്റെ പടവും വരഞ്ഞെടുത്തിട്ടുണ്ട്. അതും നമുക്ക് നീറ്റായിട്ടൊന്ന് വെട്ടിയെടുക്കാം. ഞാൻ ഈ കിരീടം ചെയ്യുന്നത് സ്കൂളിലെ കുട്ടികൾക്ക് മാർച്ച് പാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഡ്രാമയ്ക്കൊക്കെ ഇതുപോലത്തെ കിരീടങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു പഞ്ചിങ് മെഷീൻ നിങ്ങൾ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. അത് വെച്ച് നമുക്ക് ഇതുപോലെ കുറച്ച് പൂക്കൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻസൊക്കെ ഈ ഗോൾഡൻ കളറ് ഫോം ഷീറ്റിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 35 കിരീടമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ വരച്ച് ഫ്രെയിം പോലെ ഉണ്ടാക്കി അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം എല്ലാം ഒന്നുപോലെ ഇരിക്കാനായിട്ട്. അല്ല ഇത് ഒരെണ്ണമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോം ഷീറ്റിൽ തന്നെ വരഞ്ഞ് കട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കിതുപോലെ നീളത്തിൽ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്ത് ഇതിൻ്റെ 2 എൻഡിലുമായിട്ട് ഇതൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ വലിയ കുട്ടികളാണെങ്കിൽ ഒരു പേപ്പറും കൂടെ വേണ്ടി വരും. ഒരെണ്ണം കൊണ്ട് തികയത്തില്ല. രണ്ട് സ്ഥലത്തും വേറെ വേറെ വെച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ തലയുടെ വലിപ്പത്തിനനുസരിച്ച് ബാക്കിൽ പിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു കിരീടം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.